ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് പാരീസിലാണ്. ഇന്നിപ്പോൾ സിറ്റി ടൂറാണ് രാവിലെ. അപ്പോൾ ഇതേവരെ ഞങ്ങളുടെ വീഡിയോ കണ്ട് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കമൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ താങ്ക്സ്. ഇനിയും ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ സിറ്റി ടൂറിൽ എന്തൊക്കെ കാണാൻ പോകുന്നത് കാണാം. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നത്തെ നല്ലൊരു ഹോട്ടലാണിത്. ഇന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് കാണുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കോണ്ടിനെൻ്റിലും എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നുന്നു. ഏതായാലും ടേസ്റ്റി. എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്? ഒക്കെ അടിപൊളിയായിരുന്നു. വെറൈറ്റി കുറേ ഫ്രൂട്ട്സുകൾ പിന്നെന്താ അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയിട്ടോ. പിന്നെ രാവിലെ ഞങ്ങളിപ്പോൾ 9:45 ടൗൺ ടൂറിന് പോവുകയാണ്. ഒന്നും ലഗേജ് ഒന്നും വേണ്ട, വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരും. രാവിലെ പോവാണ്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ രാത്രി തിരിച്ചു വരുള്ളൂ കേട്ടോ. ഇവിടെ നൈറ്റ് സിറ്റി ടൂറാണ് കാണാൻ രസം. ബസ്സൊക്കെ റെഡിയാണ്. ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടോ. ഹോട്ടലിൽ നിന്ന് പോവാണ്. സിറ്റി ടൂറ് ഇപ്പോൾ പിന്നെ നൈറ്റിലാണ് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നേരം വെയിറ്റാണ് ഇന്ന് പോവുക. ഹാപ്പി ബർത്ത്ഡേ ആണ്. ജസ്റ്റ് എല്ലാവരും വിഷു പാട്ട് പാടിയിട്ട് കൊടുക്കാം. പാട്ട് പാടിയിട്ട് കൊടുക്കാം. ആദ്യം സന്തോഷം പുറത്തു വരട്ടെ, എന്നിട്ട് നമുക്ക് പാട്ടൊക്കെ പാടാം. ഇവിടുത്തെ മാർക്കറ്റ് ആട്ടോ, ലോക്കൽ മാർക്കറ്റ്. ഞങ്ങൾ വളരെ ബിസി ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ തരുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ പാരീസിന്റെ ഏറ്റവും ഫാഷൻ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ് ആണെന്ന് പറയുന്നത്. ഇത് എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും അങ്ങനത്തെ കുറേ ബ്രാൻഡഡ് ഷോപ്പുകള്, പിന്നെ പെർഫ്യൂം ഷോപ്പുകള് ഒക്കെ ഇപ്പൊ നമ്മൾ വന്ന സ്ട്രീറ്റിലാണ്. സ്ട്രീറ്റിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ ഇത് ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. മ്യൂസിയം ആണത്. ഇത് ഫുൾ കാരണം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് സ്റ്റീൽ വർക്കാണ് ഇതിൽ ചെയ്യുന്നത്. പാരീസ് സിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തി. ഇപ്പൊ ഞങ്ങൾ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അങ്ങനെ അവിടെ എല്ലാം നല്ല നീറ്റാണ്. അങ്ങനെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം നിർത്തി വേണ്ടവർക്ക് ഷോപ്പിംഗ് ചെയ്യുന്ന പറഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടവരൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല ഡ്രസ്സ്, പക്ഷെ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ നിന്നും നമുക്കൊന്നും മേടിക്കാൻ പറ്റില്ല. ചില ആൾക്കാരെല്ലാം അങ്ങനെ ഡ്രസ്സസ് അല്ല, പല ഇങ്ങനെ സോവനീർ അതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കും. വളരെ കോസ്റ്റ്ലിയാണ്. നമ്മൾ ഇന്ത്യയുടെ റുപ്പീസിനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറ്റില്ല. ഇവിടെ പിന്നെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഓക്കെ, നമുക്കൊന്നും സാധിക്കില്ല. വളരെ എന്താ വെച്ചാൽ നീറ്റായി നല്ല ഭംഗി, നല്ല കാണാനും ഭംഗിയാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ലഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഏത് നാട്ടിൽ വന്നോ അവിടുത്തെ ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ എന്താ വയറിനൊക്കെ നല്ല സുഖം. ചില ഭക്ഷണങ്ങളൊന്നും നമുക്ക് ഇഷ്ടാവില്ല. എന്നാലും ഞാൻ മാക്സിമം ഞങ്ങൾ രണ്ടാളും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി ഇറങ്ങുകയാണ്. ഇനിയും ടൂറുകൾ ഇനി ഉണ്ട്, ഞങ്ങൾക്ക് സൈറ്റ് സീനുകൾ കാണാൻ. അപ്പോൾ അതിന് വേണ്ടി പോവുക. ഇതാണ് ഈഫൽ ടവർ. ഓക്കെ, ഇതിന് 3-ാം നിലയിലേക്ക് ഇപ്പോൾ അങ്ങനെ എപ്പോഴൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 3-ാം നിലയിലേക്ക് കയറുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും. പാടും പൊന്നുമില്ല, വെറും ഫ്രെയിമേ ഉള്ളൂ. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അത്ര ആൾക്കാരുണ്ട് കയറാൻ. 1 ഹവറായി. ഇത് ഞങ്ങൾ ഈഫൽ ടവറിന്റെ മുകളിലാണ് കേട്ടോ. സെക്കൻഡ് ലെവലിലാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ഫുൾ റൗണ്ട് അടിക്കാം. പക്ഷെ ഭയങ്കര തിരക്കാ, അതുകൊണ്ട് ശരിക്കും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അടുത്ത ഒളിമ്പിക്സ് ഇവിടെയാണ്. അതിന്റെ സ്റ്റേഡിയങ്ങളാണ് കേട്ടോ. ഇത് ഈ ഒരു സ്റ്റേഡിയം. ഒക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ് കേട്ടോ. ഇനിയുണ്ട് ഫ്ലാഗ് പിടിച്ച് നിന്നാൽ They're good. Okay, yeah. So I'll bring you to the lift. I'll wait for them.
ഇതാണ് കേട്ടോ സോമൻസ് ഗ്രൂപ്പ് ഫുള്ളുണ്ട് ഇവിടെ. ഞങ്ങൾ ഈഫിൽ ടവറിൻ്റെ താഴെ നിൽക്കുകയാണ്, എല്ലാവരും എത്തിയിട്ടില്ല. ഇത് കണ്ടാൽ ഞങ്ങളൊക്കെ തിരിച്ച് ഇവിടെ തന്നെ എത്തണം. അത് അവരൊരു സിഗ്നലായിട്ട് തനിക്ക് തന്നെ ഒരു തൊപ്പി, പിന്നെ ഫ്രണ്ടിൽ നടക്കുന്ന ആൾ ഈ സോമൻസിൻ്റെ ഇത് പിടിച്ച് നടക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല തണുപ്പില്ല, പക്ഷെ നല്ല കാറ്റാണ്. അപ്പോൾ ഞങ്ങളെ പോവുകയായി കേട്ടോ. ഇതാണ് ഞങ്ങളെ ടൂർ മാനേജർ. സിറ്റിനുള്ളിൽ ഫെറി ടൂറാണ് കേട്ടോ, ഫെറിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ക്രൂയിസറിലാണ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ എല്ലാ മെയിൻ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്ത് പോകും. അപ്പോൾ ഇരിക്കാൻ സീറ്റില്ല, അത്രയും തിരക്കാണ് ടോപ്പിൽ. താഴെ ഇരിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ ഇത്രയും ഒരു വ്യൂ താഴെ ഇല്ല. അപ്പോൾ ഞങ്ങൾ കയറി വന്നതാണ്. ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ അങ്ങനെ പൂവല് കേൾക്കണം. അവരുടെ ഭാഷയിൽ എന്തോ അങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവണില്ല. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ, എന്തൊരു ഭംഗിയാണെന്ന് അറിയാം വ്യൂവിന്. ഞങ്ങളിങ്ങനെ ക്രൂയിസിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്നിട്ട് എൻ്റെ വ്യൂ പറഞ്ഞാൽ ഒരു എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാട്ടോ. ഇത്രയും സൗന്ദര്യമാണ് ഇവിടെ. ഓരോ ഭാഗവും നമുക്ക് ഷൂട്ട് ചെയ്ത് മതിയാവും. അത്രയും എവിടെ എന്നൊക്കെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും ഭയങ്കര സണ്ണടിക്കുന്നുണ്ട്. അതെ. ഇപ്പൊ നല്ല ഞങ്ങൾ ഇപ്രാവശ്യം വന്നിട്ട് ഈ 5 ദിവസം നമുക്ക് ഒരു മഴയോ അധികം മഞ്ഞയോ ശരിക്കും മഴയുടെ വെതർ റിപ്പോർട്ട്. അപ്പൊ ഞങ്ങളോടൊക്കെ രാവിലെ തന്നെ ജാക്കറ്റ് ഇടണം എന്ന് പറഞ്ഞിരുന്നു, മഴയാണെന്ന്. പക്ഷെ മഴ ഉണ്ടായില്ല. നല്ല കാറ്റ്. അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം നന്നായി കാണാൻ പറ്റിട്ടോ. അപ്പൊ ഇവിടുത്തെ വ്യൂ ആണ് ഇതൊക്കെ. ശരിക്കും നൈറ്റിൽ കാണാം, പക്ഷെ നൈറ്റ് ആവുമ്പോഴേക്കും ഒരു 10 മണിയാവും, 1 ഇരുട്ടാവുമ്പോഴേക്കും. നൈറ്റിൽ നല്ല രസമെന്ന് പറഞ്ഞു. ശരിക്കും 6:30 7 മണിയായിട്ടോ ഇവിടെ. പക്ഷെ എന്താ പറയാ, ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഒരു 10 മണിയൊക്കെ ആവുന്ന ഇരുട്ടാവാൻ. അപ്പൊ അതുകൊണ്ടാണ് ലൈറ്റ് അതെ, ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ കൂടിയാണ് ഇപ്പൊ പോണത്. ഇതിപ്പോൾ രാത്രി 10 മണിക്കാണ് ഈ ലൈറ്റ് ഇടുള്ളൂ കേട്ടോ. അപ്പോൾ രാത്രി ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലത്തെ വ്യൂവും കണ്ടു, രാത്രിത്തെ വ്യൂ. ഈ വ്യൂവിനാണ് ഒരുപാട് പേര് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇവിടെ സൺസെറ്റ് ലേറ്റ് ആവുകൊണ്ട് അത്ര കുഴപ്പമില്ല. അതാണ് ഇപ്പോൾ ഈ 10 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ നേരത്തെ ഇത് ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ട ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി പാരീസൊക്കെ കണ്ട് എത്താനൊരു 11 മണിയായിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ബെൽജിയമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പാരീസിൽ താമസിക്കുന്ന ഹോട്ടലാണ് ഹയാത്ത്. അപ്പോൾ ഇവര് ടൂറിൽ എല്ലാ സ്ഥലത്തും നല്ല നല്ല ഹോട്ടലുകൾ കേട്ടോ. ഭക്ഷണമായാലും അതെ. ഒന്ന് ഡിന്നറാണെങ്കിൽ എന്താണ് ഇന്ത്യൻ ഫുഡാവും, ലഞ്ചാണെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഫുഡുകളാവും. അപ്പോൾ നമുക്ക് രണ്ടും എന്താ പറയുക ടേസ്റ്റ് ചെയ്യാം. ഇവിടുത്തെ ഫുഡുകളല്ലേ നമുക്ക് കൂടുതൽ എന്താണ് രുചിച്ച് നോക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ഫുഡുകളല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും അടുത്ത എയർപോർട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഫ്ലൈറ്റ് വന്നും അങ്ങനെ ഒരു ശബ്ദമാണ്, അതിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഒന്നെങ്കിൽ ലാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുക, അങ്ങനെ എപ്പോഴും അതിൻ്റേതായ ശബ്ദങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയായി. 8:45 വണ്ടി വരും. വണ്ടിയാണെങ്കിലും അതെ, നല്ല നമുക്കൊരു യാത്ര ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉണ്ടാവും ഓരോ സ്ഥലത്തേക്ക്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഒരു ക്ഷീണോ ഒന്നുമില്ല, നല്ല വണ്ടികളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ടൂറ് നമ്മളെടുത്ത സോമൻസ് എന്ന് പറഞ്ഞൊരു ടൂർ പാക്കേജ് നന്നായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അധികം ദിവസമില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇനി ഒരു 4 മണിക്കൂർ വേണം ബെൽജിയമിലെത്താൻ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഉച്ചയാകുമ്പോഴേക്കും എത്തുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് അവിടെ സൈറ്റ് സീയിങ് ആണെന്നാണ് ഇപ്പോഴത്തെ അവരെ അപ്ഡേറ്റ്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ക്ഷീണവും ഇല്ല. പറയുമ്പോൾ ഞങ്ങൾ 1 മണിക്കൊക്കെയാണ് ചിലപ്പോൾ ഉറങ്ങുക. അപ്പോൾ
ഒരു ക്ഷീണം, അത് ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ആയിരിക്കാം. പിന്നെ നല്ല പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് നമുക്കൊരു ക്ഷീണോ ഒരു വയ്യായി. ഇപ്പോൾ എത്രയോ ഞങ്ങൾ കാറ്റടിച്ചിട്ടും തണുപ്പടിച്ചിട്ടും ഒക്കെ നിന്നിട്ടുണ്ട്, പക്ഷെ ഒരു ജലദോഷം ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എല്ലാം ഏജ്ഡായ ആൾക്കാരാട്ടോ, ഒന്നും ചെറിയ 2 കുട്ടികളുണ്ട് എന്നല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ബസ് ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങളതിൽ കയറാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും ബസ്സിൽ കയറാനുള്ള പരിപാടിയാണ്, ബെൽജിയത്തിലേക്ക് പോകാൻ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ് ഞങ്ങൾ എല്ലാവരും കൂടി. ബസ്സിൽ കയറുന്ന മുമ്പ് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ബൈ ബൈ പാരീസ് പറഞ്ഞാൽ മതി. കയ്യിലാണേ വളയുമില്ല, കാലിലാണേ കൊലുസുമില്ല, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണം, പണവും വേണം, ഉരയാണേ മേഞ്ഞതില്ല, ഒരിടവും ബോധിച്ചില്ല, നിന്നെ കാണാൻ എന്നെക്കാളും ചന്ദ്രതോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നു വേണ്ട, പണവും വേണ്ട, ദൂരെ പിന്നെ 112 2 കുറച്ച് 110 എഴുതി, മനസ്സിലായില്ല? ആദ്യമേ 2, പിന്നെ 112 2 കുറച്ച് 110. പിന്നെ നിങ്ങളോട് നമ്പർ ചോദിച്ചു, അത് 333 9 വരത്തക്ക പോലെ ഞാൻ എഴുതി. അല്ല അത് പറയണോ? അല്ല പറയാൻ പാടില്ല, ആ നമ്പർ പറയരുത്, വേറെ നമ്പർ വിചാരിക്കണം. നമ്പർ വിചാരിക്കും, പറയരുത്. ഞങ്ങളിപ്പോ ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ട് ബെൽജിയത്തിലേക്ക് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങള് ബസ്സിലിരുന്നിട്ട് ഓരോരുത്തരെ പാട്ട് പാടുന്നവര് പാട്ട് പാടും, കവിത പറയുന്നവര് കവിത ചൊല്ലും. മുൻകൂർ ജാമ്യത്തോടുകൂടിയാണ് കുസൃതി ഫാമിലി. ഓട്ട മത്സരമാണെന്ന് എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞ്. ഇതാണ് ബെൽജിയം ഫുഡ്. ബെൽജിയം ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? അതെയോ? ആ, ഇവിടുത്തെ ചോറാണ്. ഞങ്ങളടുത്തിരിക്കുന്നത് ഒരു സകലകലാ വല്ലഭനാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളാണ്. പിന്നെ ഇത് ബാർലിയാണ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചോറിന് പകരം കഴിക്കുന്ന സാധനം. നമ്മളെ എന്താ പറയുക, ബെൽജിയത്തിൻ്റെ തനതായ സ്റ്റൈലിലുള്ള ഫുഡാണ് കഴിച്ചത്. അപ്പോൾ അത്ര ഹെവിയൊന്നുമല്ല, അവരൊരു സിമ്പിൾ ലഞ്ചായിരുന്നു. അത് കഴിച്ച് പുറത്തിറങ്ങി ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഗൈഡ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗോൾഡൻ സ്ക്വയർ. ഇവിടെ അങ്ങനെ ഓരോ സ്ഥലത്ത് പ്രൊഫഷണൽ ചെയ്തപ്പോൾ ആ ബിൽഡിങ്ങിൽ പറഞ്ഞാൽ ബ്രെഡ് ഉണ്ടാക്കുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്, ഇവിടെ പറഞ്ഞാൽ ബിയർ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ഓരോ ബിൽഡിങ്ങിലും ഓരോ പ്രൊഫഷണലുണ്ട്. അതാണ് ഗോൾഡൻ സ്ക്വയർ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഗൈഡ് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കാണുന്നില്ല ഗോൾഡ് കളറുള്ളത്, ഇതൊക്കെ ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ. അതാണ് ഗോൾഡൻ സ്ക്വയർ എന്ന് തന്നെ പറയുന്നത്. നല്ല റിച്ച് കൺട്രിയാണിത്, പഴയ മോഡൽ ബിൽഡിങ്സ് ആണെന്ന് മാത്രം. ബെൽജിയത്തിൽ ബ്രസൽസിലെത്തിയിട്ടില്ല ഞങ്ങൾ. ഈ കാണുന്നതൊക്കെ ഗോൾഡാണ്. എൻ്റെ പേരെന്നതുകൊണ്ട് ഗോൾഡൻ സ്ക്വയർ. ബെൽജിയത്തിലെ സ്ട്രീറ്റിൽ കൂടി നടക്കുക കേട്ടോ ഞങ്ങൾ. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. ഇപ്പൊ ഈ നല്ല സീസൺ അല്ലേ, അപ്പൊ നല്ല ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. അതാണ് ഇവിടെ ഉള്ളവരെല്ലാം ടൂറിസ്റ്റുകളാണ്. ഗൈഡ് മുന്നിൽ ബോർഡുണ്ട് കേട്ടോ, അതിന്റെ പിന്നാലെ നമ്മൾ എത്തിയാലേ എന്തെങ്കിലും ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് സ്റ്റാച്ചു എന്നാ പറയുന്നത്. ഇവിടെ ഈ
ഫോട്ടോ ഈ ഇതെടുക്കാൻ വേണ്ടിട്ട് എത്ര ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് സാധിക്കും എന്നാണ് ഗൈഡ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് ആഗ്രഹിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളിപ്പോ ഇതുവരെ എത്തിച്ചത്. അപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. നമ്മളിപ്പോ ചോക്ലേറ്റും വെഫേഴ്സും മേടിക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കട്ടെ. അപ്പൊ ഇവിടത്തെയാണ് ഏറ്റവും ഫേമസ് ആണ് ഇവിടുത്തെ ചോക്ലേറ്റ്. Hello, Somanis. Please come inside, Somanis. Hello. Mate, you can try. Try, please take one only. Sharing with others. Okay. ചോക്ലേറ്റ് മേടിച്ചിട്ടോ, ബെൽജിയം ചോക്ലേറ്റ്. ഇവിടെ വില കുറവൊന്നുമില്ല. 2 പീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, 2 പെട്ടി. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മള് അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ചൂടാക്കുക അല്ലേ? ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇതില് ചോക്ലേറ്റും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. നല്ല നമുക്ക് പറ്റില്ല, എന്താ വെച്ചാൽ മധുരം നല്ല മധുരമാക്കത്. എന്നാലും നമ്മള് ഇവിടെ വന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് അറിയണ്ടേ. ഇതാണിപ്പോ ഞാൻ മേടിച്ചത് കേട്ടോ. ഇതെങ്ങനെ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാണുമ്പോഴേ ഈ ഷോള് കാണുമ്പോ അച്ഛന് ഓർമ്മ വരികയാണ്. അച്ഛൻ ഇങ്ങനെ എപ്പോഴും കെട്ടി നടന്നിരുന്നത് അത് തണുപ്പ് കാലത്ത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്ര തണുപ്പൊന്നുമില്ല. അപ്പൊ ഇത് കണ്ടപ്പോ അതൊന്ന് ചോദിക്കട്ടെ, വില ചോദിക്കട്ടെ എത്രയും. അപ്പൊ ഇത് ഞാൻ മേടിക്കാൻ തീരുമാനിച്ചു കേട്ടോ. നാട്ടില് തണുപ്പില്ല, പക്ഷെ ഇത് നമുക്ക് ഇവിടെ വന്നാൽ എന്നൊരു ഓർമ്മയ്ക്ക്. മറ്റുള്ള സാധനങ്ങളൊക്കെ തിന്നുപോയില്ലേ, ഇതാവുമ്പോ നമുക്ക് എന്നും ഓർമ്മിക്കാം. ഇങ്ങനൊക്കെ ഫുഡ് കോർട്ടാണ് കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിക്കുക, ഒക്കെ പുറത്തിരുന്നിട്ടാണ് ഭക്ഷണം. ഇവിടുത്തെ സ്ഥലമുണ്ട്, പക്ഷെ അതാണ് ഇവിടുത്തെ സ്റ്റൈല്. ഭക്ഷണം കഴിക്കുക, ബീരടിക്കുക. ഇതാണ് ഇവിടുത്തെ സെൻറ്റ് മൈക്കിൾ ചർച്ച്. ആ കാണുന്നത്, ആ ഫ്ലാഗ് കാണുന്നത്, അതാണ് സെൻറ്റ് മൈക്കിൾ ചർച്ച്. ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാണ്. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് സിറ്റി ടൂറിന് പോവാണ്. ഇപ്പൊ ഞങ്ങള് ബ്രസൽസിലെ ആറ്റോമി എന്ന് പറയുന്ന ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതെന്താ വെച്ചാൽ ഈഫിൽ ടവറിന്റെ മാതിരി ഉണ്ടാക്കാനാണ് വിചാരിച്ച. ഇവിടെയും ഒരു അതേമാതിരി ഒരു ഇത് വേണം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അവര് വിചാരിച്ചു ആറ്റമിന്റെ മോഡലില്. അപ്പൊ മെയിനായിട്ട് ഇതിന്റെ ഓരോന്നിലും എന്താണ് ഹോട്ടലുകളും ഓഫീസുകളും ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോണു മാത്രമേ ഉള്ളൂ. ക്യാപിറ്റല് ബ്രസൽസ്. ഇവിടെ തുലിപ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇനി നാളെ ഞങ്ങൾ നെതർലാൻഡിൽ ചെന്നാലാണ്, അവിടെയാണ് ശരിക്കും തുലിപ്പ് ഗാർഡൻ ഉള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾ കുറെ സ്ഥലത്തായി ഇപ്പൊ കാണുന്നു, കുറേശ്ശെ. വലിയ പൂവാണ് തുലിപ്പ് അല്ലേ, വലിയ പൂവാണ്. പിന്നെ കളറുകൾക്കും നല്ലൊരു ഭംഗി. തുലിപ്പ് അതെ, അവിടെ ഉണ്ട്. അതെ, പറയുന്നത് ആണ്. ഇതിൽ കയറാൻ പറ്റുന്ന പറയുന്നത് കേട്ടോ. എസ്കലേറ്റർ ഉണ്ടെന്നാ പറയണത്. പക്ഷെ ഞങ്ങൾക്ക് ഇതില് നേരത്തെ ബുക്ക് ചെയ്യണം തോന്നുന്നു. ഞങ്ങൾക്ക് ഇതിൽ അവലൗഡ് അല്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ഫോട്ടോ എടുത്ത് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. തണുപ്പ് കുറവാണ്, നല്ല ക്ലൈമറ്റ്. ഇപ്പൊ ഒരു 6 മണി, എത്ര മണിയായി? 7 മണി അയ്യോ, 6:30. അങ്ങനെ ഇനിയിപ്പോൾ ഹോട്ടലിൽ പോവാണ്. ചെറിയൊരു ടൗണാണ് ഇവിടെ, അധികമൊന്നുമില്ല. കണ്ടു. നാളെ ഇനിയിപ്പോൾ നെതർലാൻഡ്, അവിടെയാണ് കുറച്ച് കാണാനുള്ളത്. ഇന്നിപ്പോ ഞങ്ങള് നേരത്തെ എത്തിയില്ലേ ഹോട്ടലില്, എല്ലാ ദിവസത്തേക്കാളും. ഇന്ന് ശരിക്കും റെസ്റ്റ് എടുക്കണം.